തിരുവനന്തപുരം നേമത്ത് 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അഹല്യയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ഇങ്ങനെ. സംഭവ ദിവസം രാവിലെ 9 വയസ്സുകാരിയായ അഹല്യയെ 1.5 വയസ്സുള്ള അനുജത്തിയെ നോക്കാൻ ഏൽപ്പിച്ച ശേഷം മാതാവ് വീട്ടുജോലികളിൽ ഏർപ്പെട്ടു. അതിനിടെ അനുജത്തി അബദ്ധത്തിൽ നിലത്ത് വീണു. അഹല്യയുടെ അശ്രദ്ധ കൊണ്ടാണ് കുഞ്ഞ് നിലത്ത് വീണതെന്ന് പറഞ്ഞു. ഹലോ ഗൈസ്, വെൽക്കം ടു അമിയ അൺഫിൽറ്റേർഡ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിപ്പോൾ 2-3 ദിവസങ്ങളായിട്ട് നമ്മളുടെ TV ചാനലുകളോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ യൂട്യൂബുകളോ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമാണ് ചർച്ച. ദിയ കൃഷ്ണയുടെ ഫേമായിട്ടുള്ള OBYOCൻ്റെ ഉള്ളിൽ നടന്നിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ച് എൻ്റെ ചാനലിൽ ഞാനും ഒരു ലോങ് വീഡിയോ ഇത് റിലേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിൽ 2-3 ന്യൂസുകൾ ഭയങ്കര ചർച്ചയിൽ വന്നിരുന്നു. അത് എത്ര പേരത് ശ്രദ്ധിച്ചു, അല്ല എത്ര പേരുടെ ഫോക്കസ് അതിലോട്ട് പോയി എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഒന്ന്, ഒരു എന്ന് വെച്ചാൽ പന്നിക്ക് വേണ്ടി വെച്ച ഒരു ഇലക്ട്രിക് ഷോക്കിൽ മരിച്ച ഒരു മോൻ്റെ കഥയും, പിന്നെ തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള അഹല്യ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കഥയും. അപ്പോൾ ഐ തോട്ട് ഓഫ് ഇന്ന് ഫോക്കസ് ചെയ്യാൻ ഈ 2 ടോപ്പിക് ഉണ്ടെങ്കിലും ഞാൻ ഒരു പൊടി അധികം ഈ തിരുവനന്തപുരത്ത് നടന്ന ഈ കേസിന് കൊടുക്കുക. ഞാൻ എന്തുകൊണ്ട് കൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങളും വൈ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ കാണാം. ഈ ന്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യില്ല, കാരണം അതൊരു സെൻസിറ്റീവ് ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസോ കാര്യങ്ങളോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അടിച്ചു കൊടുത്താൽ കാണാൻ പറ്റും. ഞാൻ ബേസിക് ആയിട്ട് എന്താ ആ കാര്യം എന്നൊക്കെ ഉള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരം നേമത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ കുട്ടിയുടെ പേര് അഹല്യ. ആൾക്ക് 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 9 വയസ്സുകാരി. അപ്പോൾ വന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ 4ാം ക്ലാസ് പഠിക്കുന്ന 9 വയസ്സുകാരി കുട്ടി സ്വന്തം വീട്ടിലെ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ സൂയിസൈഡ് ചെയ്തു എന്ന് വെച്ചാൽ ഫാനിൽ ഹാങ് ചെയ്തു എന്നുള്ള ന്യൂസാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് പോയിന്റിൽ ഈ ന്യൂസ് കേൾക്കും അതിൻ്റെ കാരണം എന്താണ്, അതിൻ്റെ മുന്നോട്ടെന്താണ്, പിന്നോട്ടെന്താണ്, ബാക്കോട്ട് എന്താണ് എന്നൊക്കെ നോക്കുന്നതിന് മുമ്പ് ആദ്യത്തെ സെക്കൻഡിൽ നമ്മുടെ മനസ്സിൽ പോവുക ഒരു 9 വയസ്സുകാരിക്ക് എങ്ങനെ പറ്റും എന്നുള്ളൊരു ചോദ്യമായിരുന്നു. ഞാനും ഈ ന്യൂസ് ഫസ്റ്റ് കേട്ട സമയത്ത് എൻ്റെ മൈൻഡിലും ഈ ഒരു കാര്യം മാത്രമാണ് പോയത്. ഞാൻ വേറെ ഒന്നും ആലോചിച്ചിട്ടില്ല, ഞാൻ വേറെ ഒന്നും ഈ ന്യൂസിനെ കുറിച്ചിട്ടൊന്നും തിങ്ക് ചെയ്തിട്ടുമില്ല. പിന്നെയാണ് ഞാൻ ഈ ന്യൂസ് നോക്കുന്നതും കേൾക്കുന്നതും വായിക്കുന്നതും റെഫർ ചെയ്യുന്നതും എന്താ കാരണം എന്നൊക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഓക്കെ, ഈ 9 വയസ്സ് വരെ കുട്ടീനെ കുറിച്ച് അയൽവാസികളാണെങ്കിലും വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ പറയുന്നത് വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ്. കരാട്ടെ ഉണ്ട്, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, എല്ലാത്തിനോടും നിൽക്കുന്ന നല്ലൊരു മോളാണ്. അപ്പം ആ നാട്ടുകാരെ സംബന്ധിച്ചും വീട്ടുകാരെ സംബന്ധിച്ചും ചുറ്റുള്ള ആൾക്കാരെ സംബന്ധിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചും ടീച്ചേഴ്സിനെ സംബന്ധിച്ചൊക്കെ ഇതൊരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ മരണം സംഭവിച്ച രീതിയാണ്. അപ്പം മരണം നടന്ന ദിവസം എന്താ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഈ അഹല്യയ്ക്ക് ഒരു അനിയത്തി ഉണ്ടായിരുന്നു. 1.5 വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ. അപ്പം ഈ 1.5 വയസ്സായ അനിയത്തിനെ രാവിലെ അമ്മ അടുക്കള പണിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഈ 9 വയസ്സുകാരിയുടെ കയ്യിൽ കൊടുത്തു. അപ്പം കുട്ടി അറിയാണ്ട് നിലത്ത് വീണുപോയി. അപ്പം ഈ കുട്ടിയുടെ അശ്രദ്ധ മൂലമാണ് എന്ന് പറഞ്ഞിട്ട് ഈ അഹല്യയുടെ അമ്മ അഹല്യനെ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് എന്തോ ആവശ്യത്തിന് പുറത്തു പോയി. 2 കാരണങ്ങൾ പറയുന്നുണ്ട്. അമ്മേൻ്റെ എന്തോ സാധനം വാങ്ങാനാന്ന് പറയുന്നുണ്ട്, മെഡിക്കൽ ഷോപ്പിൽ പോയതാ, പല അസംഷൻസ് പറയുന്നുണ്ട്. അമ്മേൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തോട്ട് പോയി. തിരിച്ച് റിട്ടേൺ വന്ന് നോക്കുന്ന സമയത്ത് അഹല്യ എന്ന് പറയുന്ന കുട്ടി ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് കണ്ടത് കുട്ടിയുടെ അപ്പച്ചിയാണ്. അപ്പച്ചി കാണാനുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഈ അഹല്യയുടെ അമ്മ പുറത്തു പോയി കഴിഞ്ഞതിന് ശേഷം അഹല്യ ചെന്ന അപ്പച്ചീൻ്റെ അടുത്ത് എനിക്കൊരു ഓംപ്ലേറ്റ് അല്ലെ ലൈക്ക് ബുൾസൈയോ സംതിങ് മുട്ട പൊരിച്ച് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പം അഹല്യയ്ക്ക് വേണ്ടി ഇത് ഉണ്ടാക്കി അമ്മമ്മ തിരിച്ചു വരുന്ന സമയത്ത് അമ്മമ്മ കാണുന്നൊരു സീനാണ് ഈ കുട്ടിയുടെ ഇതെന്ന് പറയുന്നത്. ഇവിടെ കുറേ ചോദ്യങ്ങൾ വന്നു. 9 വയസ്സുകാരിയായിട്ടുള്ള കുട്ടിക്ക് എങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കും? അതിൽ കണക്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കട്ടിലിൻ്റെ മുകളിൽ നിന്ന് ആകെ 148 സെൻറ്റിമീറ്ററേ ഫാനിലോട്ടുള്ളൂ. ഇപ്പോൾ കുട്ടി അത്യാവശ്യം ഹൈറ്റുള്ള കുട്ടിയാണ്, 146 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ ഒരു കട്ടിലിൻ്റെ മുകളിൽ ഒരു സ്റ്റൂൾ വെച്ച് കയറിയിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് കറക്റ്റ് എത്തും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് ഇങ്ങനെയാണ് ഇപ്പോൾ പ്രൂവൺ ചെയ്തിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറഞ്ഞിട്ടുള്ള കാര്യം ഇത് മാത്രമാണ്. ഇങ്ങനെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വേറെ പ്രത്യേകിച്ച് അസ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ കേസിൽ കാണുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നുണ്ട്.
രണ്ടാമത്തത് ആ കുട്ടിക്ക് വീട്ടിൽ ആരും വന്നു പോവോ അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ആൻഡ് മൂന്നാമത് എല്ലാവർക്കും വരുന്നൊരു ചോദ്യം, ഈ കുട്ടിക്ക് എവിടെ നിന്ന് ഈ ഐഡിയ കിട്ടി? ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇന്ന് കാണുന്ന സിനിമകളിലും സീരിയലുകളിലും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന അല്ലാത്ത തരത്തിലുള്ള എല്ലാ യൂട്യൂബ് വീഡിയോയിലും ഈ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ പണ്ടെങ്ങാനുള്ള കുട്ടിക്ക്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് 9 വയസ്സുകാരിയുടെ ധൈര്യത്തെ കുറിച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറം ഇനി അങ്ങോട്ട് വേറെ എന്തെങ്കിലും കഥകൾ വരുന്നുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ കേട്ട ന്യൂസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ആ കുട്ടിയുടെ ഒരു ധൈര്യം, ആ കുട്ടിയുടെ ഒരു മനക്കരുത്ത് ഒന്ന് ആലോചിച്ച് നോക്ക്, കുട്ടിയുടെ ഒരു ബുദ്ധി ആലോചിച്ച് നോക്ക്, ഏത് ലെവൽ വരെ ഈ കുട്ടി പോയിട്ടുണ്ടാവും എന്നുള്ളത്. ഓക്കെ, ഇപ്പം ഇതൊക്കെയാണ് കേസിൻ്റെ ഇതുവരെയുള്ള കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പം ഇതിൽ വന്നൊരു ചോദ്യമാണ്, എന്തിനു വേണ്ടി ഈ കുട്ടി ചെയ്തു എന്നുള്ളതാണ് ഇതിൽ വന്ന മെയിൻ ആയിട്ടുള്ള ചോദ്യം. ഇപ്പം വീഡിയോൻ്റെ തുടക്കത്തിൽ ആ ദിവസം നടന്നൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, അമ്മ വഴക്ക് പറഞ്ഞു ഇളയ കുട്ടി വീണതിന് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതാണ് ദ മെയിൻ റീസൺ എന്ന് വെച്ചാൽ, രണ്ടാമതൊരു കുട്ടി ഉണ്ടായിരുന്ന സമയത്ത് തനിക്ക് വേണ്ട സ്നേഹം അച്ഛനും അമ്മയും തരുന്നില്ല എന്ന കാര്യത്തിൽ കുട്ടിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു, സങ്കടങ്ങൾ ഉണ്ടായിരുന്നു, പരാതി ഉണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ പേരിൽ കുട്ടിക്ക് നല്ല എന്താ പറയുക, സഹിക്കാനാവാത്ത പലതരത്തിലുള്ള ഇമോഷണൽ ബുദ്ധിമുട്ടുകളിൽ കൂടെ കുട്ടി കടന്നു പോയിട്ടുണ്ട്. അപ്പം ഇപ്പം പ്രാഥമികമായി വന്നിട്ടുള്ള കുട്ടി മരിക്കാനുള്ളതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിതാണ്. എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെയും അമ്മേൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് ഒരു തരത്തിലുള്ള മൂത്ത കുട്ടീനോട് കാണിക്കുന്ന ഒരു ഇഷ്ടവും താല്പര്യം കൂടുതലും ഒക്കെയുള്ള ഇത് 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 വളരെയധികം എന്താണ് കോമൺ ആണെന്നൊക്കെ നമുക്ക് ടു ആൻ എക്സ്റ്റെൻറ്റ് പറയാൻ പറ്റും ഈ ഒരു സാധനം. കാരണം ഈ അച്ഛനും അമ്മയ്ക്കും ആദ്യത്തെ കുട്ടി ഉണ്ടാവുന്ന സമയത്ത്, ഫസ്റ്റ് ബേബി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു ഓവറായിട്ടുള്ളൊരു ലവ്, കെയർ, അറ്റൻഷൻ എന്ന് പറയുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ച സെക്കൻഡ് ബേബിക്ക് കൊടുക്കുന്നില്ല എന്നല്ല, ഇനി അതിൻ്റെ പേരിൽ ആരും എന്നതാക്കാൻ വരില്ല. ഫസ്റ്റ് ബേബി ആവുന്ന സമയത്ത് നമുക്ക് അവർക്ക് കൊടുക്കുന്ന ഒരു കെയറും ഒരു പ്രസൻസും ഒരു പാമ്പറിങ്ങും ഒരു ലവിങ്ങും ഭയങ്കര കൂടുതലാണ്. അത് അവർ വളർന്ന് എത്ര വലുപ്പം എത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു കെയർ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ അവരുടെ ലൈഫിലോട്ട് ഒരു രണ്ടാമത് ബേബി വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ ലവും കെയറും എന്ന് പറയുന്നത് അവർക്ക് ആ കുട്ടിക്ക് കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഒരു കരുതി ഇത് വലിയ കുട്ടിയല്ലേ, ഇവയ്ക്ക് ഇനി ഇവിടെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാമല്ലോ, ഞാനിപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കാലം കൊടുത്തൊരു സാധനം പെട്ടെന്നൊരു ബേബി വരുന്ന സമയത്ത് അത് ആ ബേബിയിലോട്ട് മാറുകയും ചുറ്റുള്ള ആൾക്കാരും പുറമേയുള്ള ആൾക്കാരും കാണാൻ വരുന്ന ആൾക്കാരും അയൽവാസികളും കുടുംബക്കാരും അച്ഛനും അമ്മയുടെ വരെ അറ്റൻഷൻ ഈ കുട്ടിയിലോട്ട്, രണ്ടാമത്തെ കുട്ടിയിലോട്ട് മാത്രം പോകുമ്പം അത് കുട്ടികളിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഈ കുട്ടികളുടെ സ്റ്റഡീസോ കുട്ടികളുടെ റിപ്പോർട്ട്സോ അല്ലെങ്കിൽ കുട്ടികളുടെ ഇടയിൽ തന്നെ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്നതാണ്, മൂത്ത കുട്ടീനെ കണ്ടുപിടിക്കൂ, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നീ എന്താ ഇങ്ങനെയായത്, നിനക്കൊന്നും ചെയ്യാൻ പറ്റൂല, നിന്നെക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരവും ഇല്ല, അല്ലെങ്കിൽ അവനെക്കൊണ്ട് എനിക്ക് ഇന്നേ വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, നിന്നെക്കൊണ്ടാണ് എല്ലാ പ്രശ്നവും ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ വളരെ കോമൺ ആണ്. അപ്പോൾ ഈ കമ്പാരിസൺ അല്ലെങ്കിൽ ഇത് എന്ന് പറയുന്നത് ഒരു കുട്ടീനെ സംബന്ധിച്ച് ഒരിക്കലും എന്താ പറയുക, ഒരിക്കലും അവർക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഇവിടെ ഈ കുട്ടിയിൽ സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു കാര്യം മാത്രമാണ്. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തത് എന്ന് വെച്ചാൽ, ഇനിയെങ്കിലും ഇത് വീഡിയോ കാണുന്ന പാരൻസ്, നിങ്ങൾക്ക് മൂത്ത കുട്ടിയുണ്ട്, ഇനി രണ്ടാമത്തെ കുട്ടിയുണ്ട്, ഇനി കുട്ടി ഉണ്ടാവാൻ പോവുകയാണെങ്കിലും എല്ലാ കുട്ടികളെയും, ചിലപ്പോൾ നിങ്ങൾക്ക് കുട്ടികളുടെ അടുത്ത് ഒരു സ്നേഹക്കുറവ് ഉണ്ടാവില്ല, പക്ഷേ രണ്ടാമത്തെ കുട്ടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചെറുതായതുകൊണ്ട് അങ്ങോട്ട് കയറി പോകുന്നുണ്ടാവും. പക്ഷേ ആ സമയം കുഞ്ഞു മക്കളാണ്, ഇത് തിരിച്ചറിയാൻ പ്രായമില്ലാത്ത, ബുദ്ധി ഉറയ്ക്കാത്ത പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ കുറച്ചും കൂടെ പാരൻറ്റിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു കുഞ്ഞു കാര്യമൊന്നുമല്ല. നമ്മൾ നല്ല രീതിയിൽ എഫേർട്ടും കാര്യങ്ങളും ഇലയ്ക്കും മുള്ളിനും ഒന്നും കേടില്ലാണ്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ പ്രശ്നം ഉണ്ടാവും. ഇപ്പം രണ്ടാമത്തെ കുട്ടി ലൈഫിലോട്ട് വരുമ്പോൾ ആദ്യം സംഭവിക്കുന്ന ഒരു മൂത്ത കുട്ടികൾക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട കുറച്ച് പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഭയങ്കര ജലസായിരിക്കും. അച്ഛൻ്റെ അമ്മേൻ്റെ സ്നേഹം പോയി, അവക്കാണ് ഗിഫ്റ്റ് വാങ്ങുന്നത്, അവളെയാണ് എല്ലാവരും നോക്കുന്നത്, അവളെയാണ് എല്ലാവരും എടുക്കുന്നത്, അവളെയാണ് കൊഞ്ചിക്കുന്നത്. അപ്പോൾ ആ കുട്ടീനോട് ഭയങ്കര ജലസ് ഉണ്ടാവും, കുട്ടീനോട് ഭയങ്കര വെറുപ്പുണ്ടാവും. അങ്ങനെ ഈ ചെറിയ മക്കളെ ഉപദ്രവിക്കുന്ന എത്രയോ കേസ് ഉണ്ട്. ഇപ്പം ഈവൻ നിങ്ങൾക്കൊരു സിനിമ കാണാൻ പറ്റും, ജയറാമിൻ്റെ അപ്പുവിൻ്റെ എൻ്റെ സ്വന്തം പപ്പൂസോ അങ്ങനെ എന്താ പറഞ്ഞ പടത്തിൽ. ഇതാണ് മെയിൻ ഒരു സാധനം. ഈ കുട്ടികളുടെ അടുത്ത് ജലസ് എന്ന് പറയുന്നത് കാണാൻ പറ്റും.
രണ്ടാമത്തത് ഇവർക്ക് ഭയങ്കര അഡ്ജസ്റ്റ്മെൻറ്റൽ ഡിഫിക്കൽറ്റിയാണ്. കാരണം അത്രയും കാലം വരെ ഇവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും കിട്ടിയിരുന്ന ഇവർക്ക് ഇന്ന് അതിലൊരു മാറ്റം വരുമ്പം ആ മാറ്റവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കുട്ടികൾക്ക് വളരെയധികം കൂടുതലാണ് ഇങ്ങനൊരു പാരൻറ്റിങ് പ്രോബ്ലം വരുന്ന സമയത്ത്. അപ്പോൾ പ്രഗ്നൻ്റ് ആവുന്ന ആ ഒരു സ്റ്റേജ് തൊട്ടിട്ടേ നിങ്ങൾ പ്രോപ്പറായ രീതിയിൽ ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് കുട്ടികൾക്ക് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നത്തെ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ആ സമയം കുട്ടികൾ ഒരു കൺഫ്യൂസ്ഡ് അല്ലെങ്കിൽ ഒരു മിക്സഡ് ഇമോഷനിലായിരിക്കും. സ്നേഹിക്കണോ സ്നേഹിക്കണ്ടേ, വെറുക്കണോ വെറുക്കണ്ടേ, ദേഷ്യം വേണോ, അല്ലെ ഇവള് കാരണമാണോ, അല്ലെ അമ്മയ്ക്ക് ഇവളോടാണോ, അങ്ങനെ എന്താണ് ഈ യാഥാർത്ഥ്യം, എന്താണ് ഇത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഇമോഷൻ സ്റ്റേറ്റിലാണ് മൂത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ കൂടുതലും അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, അവർക്ക് ടൈം കൊടുക്കണം. ഇതാണ് ബേബിയാണ്, ചെറിയ ബേബി ആയതുകൊണ്ടാണ് അമ്മ ടേക്ക് കെയർ ചെയ്യുന്നത്, അല്ലാണ്ട് മോൾ ഇഷ്ടമല്ലായിട്ടല്ല. ആ ഒരു കൈൻഡ് ഓഫ് സാധനം കൊടുത്തില്ലെങ്കിൽ അവരുടെ ഇമോഷൻ അവരുടെ തലേൻ്റെ ഉള്ളിൽ കൂടെ റൗണ്ട് അടിച്ച് അത് ദേഷ്യമാവാനും വാശിയാവാനും ഇതുപോലെ സ്വന്തം ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലോട്ട് എത്താനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓവർ റെസ്പോൺസിബിൾ ആക്കും. അത്രയും കാലം വരെ വീട്ടിലത്തെ ഒരു കാര്യങ്ങളും ചെയ്യാണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ പാമ്പറിങ് ആയി നടന്ന കുട്ടിക്ക് അവൻ ചെയ്യുന്നതിലുപരിയുള്ള ഉത്തരവാദിത്തങ്ങൾ കൊടുക്കാൻ തുടങ്ങും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കുട്ടീനെ നോക്കണം, ആ കുട്ടീൻ്റെ കാര്യങ്ങൾ നോക്കണം, ആ കുട്ടീൻ്റെ തുണി എടുത്തുകൊണ്ട് വരണം, മടക്കണം, ടോയ്സ് പെറുക്കി വെക്കണം. ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് നമ്മൾ മക്കളെ ഒരു ഹെൽപ്പിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിലും അവർക്കതൊരു ഓവർ റെസ്പോൺസിബിലിറ്റിയാണ്. ഇത്രയും കാലമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്, ഇതൊക്കെ എന്തിനാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്നീ തരത്തിലുള്ള കുറേ തോന്നും. അപ്പം ഇങ്ങനത്തെ തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കുട്ടികൾ കടന്നു പോവും. അപ്പോൾ നിങ്ങൾ പാരൻറ്റിങ് ടൈമിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് മെയിനായിട്ട് അഡ്വൈസ് കുട്ടികളുടെ അടുത്ത് വളരെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി ഇത് ഇങ്ങനെയാണ് ഈ സ്റ്റേജിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വരുന്നത്, അമ്മയ്ക്ക് ബേബീസിനെ കെയർ ചെയ്യണം, മോളും കെയർ ചെയ്യണം. അപ്പോൾ ഒരു അഡ്വാൻസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രഗ്നൻസി തുടങ്ങുന്ന സ്റ്റേജ് തൊട്ടിട്ട് ടിൽ ഈ സ്റ്റേജ് വരെ കുട്ടികൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കണം. പെട്ടെന്നൊരു കുട്ടി വരുന്ന സമയത്ത് നിങ്ങൾ ഈ പ്ലേറ്റ് മറിച്ചിട്ട് പോലെ മറിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് തൊട്ടിട്ടേ ഉള്ളൊരു കെയർ കൊടുക്കുക. രണ്ടാമത്തെ ഒരു സാധനം എന്ന് പറയുന്നത് ഒരു പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് അതിനെ ടേക്ക് കെയർ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അതിന് പ്രിപ്പയർ ആക്കണം. മൂന്നാമത്തെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റി ടൈം കുട്ടികൾക്ക് കൊടുക്കണം. ഇളയ ആളുണ്ടെങ്കിലും മൂത്തയാളെ കെയർ ചെയ്യണം, മൂത്തയാളോട് സംസാരിക്കണം, മൂത്തയാൾക്ക് ഇനിയിപ്പോൾ ഗിഫ്റ്റ് ചെറിയ ആൾക്ക് വാങ്ങുമ്പോൾ മൂത്തയാൾക്കും എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങണം. അങ്ങനെ ആ കുട്ടിക്കും ഒരു ടൈമും സ്പേസും സ്നേഹവും കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ചെയ്താൽ മാത്രമേ ഈ ഒരു കണ്ടീഷൻ മാറ്റാൻ പറ്റൂ. ഇപ്പോൾ കുറേ ആൾക്കാരെ സംബന്ധിച്ചിട്ട് അവർ പുറത്ത് പറയും, കുറേ ആൾക്കാർ ഇപ്പോഴും പറയില്ല. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൽ വരുന്ന ചില കൗൺസിലിംഗ് കേസസിലുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ സംസാരിച്ച് ബാക്കോട്ട് ഇങ്ങനെ പോയി നോക്കുമ്പം പണ്ട് കുട്ടിക്കാലത്ത് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് അനുഭവിച്ചൊരു കാര്യമൊക്കെ മനസ്സിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തൊക്കെ നിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ പറയുന്നതല്ല, ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് എന്ത് ശരി എന്ത് തെറ്റു എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു പ്രായം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലങ്ങ് കയറി ഒരു കരടായിട്ടുണ്ട്, പിന്നെ അത് മാറ്റൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പാരൻറ്റിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ വേണ്ടിയെങ്കിലും ഈ ന്യൂസ് എല്ലാവരുടെയും മനസ്സിലുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ.